ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൻ്റെ വിശുദ്ധിയും ആനന്ദവും നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ജീവചരിത്ര വിവരങ്ങൾ ശേഖരിക്കാൻ വന്ന ഒരു വ്യക്തി അമ്മ ത്രേസ്യായോട് തറവാടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു: കത്തോലിക്ക തിരുസഭയുടെ ഒരു മകൾ എന്നുള്ള മഹിമ ധാരാളം മതി എനിക്ക്. വിശുദ്ധയെപ്പോലെ കത്തോലിക്ക വിശ്വാസിയാകാൻ സാധിച്ചതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും അഭിമാനിക്കുകയും ചെയ്യാം. നവംബർ മാസത്തിലെ ഈ ആദ്യ ദിവസങ്ങളിൽ തിരുസഭ സകല വിശുദ്ധരുടെയും തിരുനാൾ കൊണ്ടാടുകയും സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ ആചരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈശോ സ്ഥാപിച്ച തിരുസഭയുടെ മഹിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കുവൈറ്റിലെ നഴ്സുമാർ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മുന്നേ കടന്നുപോയ വിശുദ്ധാത്മാക്കളുടെ ജീവിത വിശുദ്ധി നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്തോസ് 3:18 കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ക്രിസ്റ്റോസെൻട്രിക് എന്ന ഫോർമേഷൻ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന നമ്മിൽ ഓരോരുത്തരിലും നമ്മുടെ കൂട്ടായ്മയിലും ഉണ്ടായ സ്വർഗീയ അനുഭവങ്ങളെ നമുക്ക് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഷാന്റി മനോജ്, കുവൈറ്റിൽ അഹമ്മദി പാരിഷിൽ നിന്ന്. ഞാൻ സുജ മനോജ്, അബ്ബാസിയ പാരിഷിൽ നിന്ന്. ഞാൻ റേച്ചൽ ഫിലിപ്പ്, സാൽമിയ പാരിഷിൽ നിന്നും വരുന്നു. ഞാൻ ബെൻസി ബൈജു, സിറ്റി പാരിഷിൽ നിന്ന് വരുന്നു. ഞാൻ ബിനു ബെന്നി, അബ്ബാസിയ പാരിഷിൽ നിന്നും വരുന്നു. ക്രിസ്റ്റോസെൻട്രിക് ഫോർമേഷൻ പ്രോഗ്രാം എന്ന ക്രിസ്തു ശിഷ്യത്തിലൂടെ നാം കടന്നുപോയപ്പോൾ ഒത്തിരിയേറെ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുവാനും അവരുടെ മൂവികൾ കാണുവാനും ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിനത്തിലുള്ള വചന വായന നമുക്ക് ക്രിസ്തുവുമായിട്ട് ഒരു പടി കൂടി ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വിശുദ്ധരുടെ പുസ്തക വായനയിലൂടെ കടന്നുപോയപ്പോൾ ഷാന്റിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അതിലൂടെ ക്രിസ്തുവിലോട് ഒരു പടി കൂടി ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ശരിക്കും ബിനു, എനിക്ക് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ നഴ്സിംഗ് മിനിസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ശരിക്കും വിശുദ്ധർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള മധ്യസ്ഥരായിട്ട് മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. എന്നാൽ ഈ ക്രിസ്റ്റോസെൻട്രിക് ഫോർമേഷൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായ വിശുദ്ധരുടെ പുസ്തക വായനയും മൂവിയിലൂടെയെല്ലാം കടന്നു പോയപ്പോഴാണ് എനിക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും അതുപോലെ സ്നേഹവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്. എന്തെങ്കിലുമൊക്കെ കുറച്ച് നന്മ പ്രവർത്തികൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോവുക, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ ഈ പുസ്തകങ്ങളുടെ ആഴത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. നാം ഈശോയ്ക്ക് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയോട് ആലോചന ചോദിച്ച് ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന്. ഹംഗറിലെ വിശുദ്ധ എലിസബത്ത് ശൂന്യതയുടെയും എളിമയുടെയും മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു ദിവസം രാജകുടുംബം ദേവമാതാവിൻ്റെ തിരുനാളിന് പോവുകയുണ്ടായി. അവർക്ക് അവിടെ പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു. രാജകുടുംബം മുഴുവനും ഈശോയുടെ കുരിശൻ രൂപത്തിൽ മുട്ടുകുത്തി. എന്നാൽ എലിസബത്ത് രാജ്ഞി തൻ്റെ കിരീടം ഇരിപ്പിടത്തിൽ എടുത്തു വച്ചിട്ട് സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് കമിഴ്ന്നു വീണ് കുരിശിനെ ആദരിച്ചു. ഇത് കണ്ടപ്പോൾ എലിസബത്ത് രാജ്ഞിയുടെ അമ്മയ്ക്ക് വളരെ കോപമുണ്ടായി. അമ്മ പറയുകയാണ്, എന്ത് ഭ്രാന്താണ് ഇവളെ കാണിക്കുന്നത്? രാജ്ഞി നിവർന്നാണ് ഇരിക്കേണ്ടത്, അല്ലാതെ ഒടിഞ്ഞ ഞാങ്ങണ പോലെ നിലത്ത് കമിഴ്ന്നടിച്ച് കിടക്കുന്നത് ഒരു ഭ്രാന്തിയെ പോലെയോ ഒരു വൃദ്ധ സന്യാസിയെ പോലെയോ ഇരിക്കുന്നത് ശരിയല്ല. ഇത് കേട്ടപ്പോൾ എലിസബത്ത് രാജ്ഞി അമ്മയോട് പറയുകയാണ്, അമ്മേ,
എൻ്റെ രാജാവും ഗുരുവുമായ യേശു ക്രിസ്തു മുൾക്കിരീടം ധരിച്ചിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ രത്നഖചിതമായ സ്വർണ്ണക്കിരീടം ധരിക്കുവാൻ സാധിക്കുക എന്ന് ഇത് വായിച്ചപ്പോൾ ആ വിശുദ്ധയുടെ എളിമയും ശൂന്യവൽക്കരണവും എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചു. എൻ്റെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിൽ ഒത്തിരി എളിമപ്പെടുവാനായിട്ട് ഇതെന്നെ അനുഗ്രഹിച്ചു. പല വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ എളിമ, ആത്മസംയമനം, സഹനം, ക്ഷമ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അഭ്യസിക്കുവാനായിട്ട് ഈശോ എന്നെ അനുഗ്രഹിച്ചു. തീർച്ചയായിട്ടും ശാന്തി പറഞ്ഞ പോലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലും പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ സുജയ്ക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും ബെൻസി, എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. വിശുദ്ധരുടെ പുസ്തക വായനയിലൂടെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. വിശുദ്ധരുടെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ സഹനങ്ങൾ കൂടുതൽ ഫലം കായ്ക്കാനുള്ളൊരു വെട്ടിയൊരുക്കലായും അതിന് വിധേയപ്പെട്ട് ഇരിക്കേണ്ടതിൻ്റെ ഒരു ബോധ്യവും എനിക്ക് കിട്ടി. വിശുദ്ധ അൽഫോൻസാമ്മയും വിശുദ്ധ കൊച്ചു ത്രേസ്യായും സഹനങ്ങൾ ഈശോയിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച് അത് ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായിട്ട് പ്രാർത്ഥനാപൂർവ്വം കാഴ്ചവെച്ചു. അതെനിക്ക് വലിയ ശക്തി പകർന്നു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവെക്കാം. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഒരു കിഡ്നി രോഗം ഡയഗ്നോസ് ചെയ്യുകയുണ്ടായി. അതെന്നെ വളരെയധികം വിഷമിപ്പിച്ചു. നമുക്കറിയാം, ഡോക്ടർ രോഗിയുടെ മുന്നിൽ നിന്നാണ് എല്ലാം വിശദീകരിക്കുന്നത്. കുഞ്ഞെന്നോട് ചോദിക്കും, അമ്മേ എൻ്റെ രോഗം മാറിയായിരുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതെന്നെ ഒത്തിരി വിഷമിപ്പിക്കുമായിരുന്നു. എങ്കിലും ഈശോ സൗഖ്യം തരും എന്ന ഒരു വലിയ വിശ്വാസം അവന് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ഞാൻ പോകുന്ന പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും എല്ലാ കുർബാനകളിലും എല്ലാം അവൻ്റെ രോഗസൗഖ്യം മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഈ വിശുദ്ധരുടെ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ ആ സന്തോഷത്തോടെ ഈശോയിൽ നിന്ന് സ്വീകരിക്കുവാനും അത് പാപികളായ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിക്കുറിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ ഫൗസ്തീനയോട് പറയുന്നു, എൻ്റെ പീഡാസഹനത്തിൻ്റെ ചെറിയ പങ്ക് നിനക്ക് തരാം, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ആശ്വാസം ആഗ്രഹിക്കേണ്ട, ദൈവഹിതത്തിന് കീഴടങ്ങി എന്നിൽ നിന്ന് സ്വീകരിക്കുക. അത് എന്നെ വല്ലാതെ സ്പർശിച്ചു. സങ്കടങ്ങളെയും സഹനങ്ങളെയൊക്കെ ഈശോയിൽ നിന്ന് സ്വീകരിക്കാൻ വലിയൊരു ബോധ്യം എനിക്ക് തന്നു. ആ ഈശോയുടെ കുരിശിനോട് ചേർത്ത് എൻ്റെ ആ വേദനയെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ കരുണ എൻ്റെ കുഞ്ഞിലേക്ക് ഒഴുകാൻ ഇടയായി. ഈ കഴിഞ്ഞ 2 മാസങ്ങളിലെ ബ്ലഡ് പരിശോധനയിലും യൂറിൻ പരിശോധനയിലും അവൻ്റെ റിസൾട്ട്സ് നോർമൽ അടുത്ത ലെവലിലും ഒക്കെ ആയി വലിയൊരു സന്തോഷം ഈശോ എനിക്ക് തന്നു. പ്രൈസ് ദ ലോർഡ്. റേച്ചൽ, നമ്മൾ ഈ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുകയും മൂവി കാണുകയും ഒക്കെ ചെയ്തു. എന്നാൽ ദിവസേനയുള്ള ഈ വചന ധ്യാനം നമുക്കൊരു അനുഭവമായിരുന്നു, അല്ലേ? അതെ ശാന്തി ചേച്ചി, നമ്മുടെ ദിവസേനയുള്ള വചനധ്യാനം നമ്മളെ ആ ഒരു ദിവസം തന്നെ നമ്മളെ നയിക്കുകയാണ്. ആ വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മളുടെ ജോലി മേഖലയിലും കൂട്ടായ്മയിലും ഒക്കെ ആ വചനത്തിൻ്റെ വലിയ അനുഗ്രഹം അവിടെ കരകവിഞ്ഞൊഴുകുന്നത് പലപ്പോഴും നമ്മൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതിയെന്നും എല്ലാ ദുഃഖങ്ങളെയും ഞാൻ സന്തോഷമാക്കി മാറ്റുമെന്നും ഞാൻ അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നും പല അനുഗ്രഹങ്ങൾ, പല ബോധ്യങ്ങൾ ദൈവം നമുക്ക് തരികയാണ് നമ്മുടെ ഈ വചനധ്യാനത്തിലൂടെ. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തോട് ചേർന്ന് നിന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ അനുഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ്. നാട്ടിൽ കുറച്ച് ദിവസത്തെ ലീവിന് പോയ സമയത്ത് എൻ്റെ മകൻ്റെ ആധാറിന് വളരെ തടസ്സങ്ങളായിരുന്നു. അത് പലപ്പോഴായിട്ട് ചെന്നു ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായ സാഹചര്യം വന്നു. അത് വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ എടുത്തു നോക്കുകയാണ് ആ പേപ്പർ ഒന്നും കൂടെ, ഇതെല്ലാം ചെയ്തത് ശരിയാണോ? അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഞാനൊരു വലിയ മിസ്റ്റേക്ക് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. വളരെ സങ്കടമായി. ഭർത്താവിനോട് ഷെയർ ചെയ്തു. അത് അതിലേറെ സങ്കടമായി. പിന്നെ അപ്പോൾ എല്ലാം അറിയുന്ന ഈശോയുടെ മുമ്പിലേക്ക് ഞാൻ ഈ സങ്കടവും കൊണ്ട് ചെന്നപ്പോൾ ഈശോ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു വചനമാണ് സുഭാഷിതങ്ങൾ 22:12. കർത്താവിൻ്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു, അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. ഈ വചനം ആദ്യം വായിച്ചപ്പോൾ എനിക്ക് എന്താണ് ഈശോ ഇങ്ങനെ പറയുന്നതെന്ന് ഒന്നും പ്രത്യേകിച്ച് മനസ്സിലായില്ല. എങ്കിൽ തന്നെയും ഞാനത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഈ വചനധ്യാനത്തിലൂടെ നമ്മൾക്ക് തീർച്ചയായിട്ടും കിട്ടിയൊരു പുതിയ ബോധ്യമാണ് ഒരു വചനം കേൾക്കുമ്പോൾ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും പ്രാവർത്തികമായിട്ട് വരും. അങ്ങനെ ആ വചനത്തെ അങ്ങനെ സ്വീകരിക്കാനും ദിനം പ്രതി ആ വചനത്തെ ഒന്ന് ഉരുവിടുവാനും എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. അതിൻ്റെ ഫലമായിട്ട്
ഞാൻ ഏതിന് ആപ്ലിക്കേഷൻ കൊടുത്തോ ആ ആധാർ ഒരു കുഴപ്പവും കൂടാതെ എത്തപ്പെടുകയും ഈശോയെ അതിലൂടെ മഹത്വപ്പെടുത്താനും സാധിച്ചു. ഇതിലൂടെ വേറൊരു ബോധ്യം കൂടെ തന്നത് നമ്മുടെ കൈകളിൽ ഒന്നുമില്ല, ഈശോയുടെ കൃപ കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും നിന്നു പോകുന്നതും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലൂടെയും നമ്മളെ നടത്തുന്നതും. ഈശോയിൽ പൂർണ്ണമായും കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് നമുക്ക് ജീവിതം നയിക്കാം. റേച്ചിൽ പറഞ്ഞതുപോലെ വചനത്തിൻ്റെ വലിയൊരു അത്ഭുത ശക്തി എൻ്റെ ജോലി മേഖല എൻ്റെ കൂട്ടുകാരൊത്ത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. വചനം ഇതാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം, കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും. ഈ വചനം ഞാൻ എൻ്റെ ജോലി മേഖലയിൽ എൻ്റെ കൂട്ടുകാരുമൊത്ത് പങ്കുവയ്ക്കുവാൻ ഇടയായി. അപ്പോൾ ആ വചനം കേട്ടതിന് ശേഷം അതിൽ ഒരു വ്യക്തി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ അവളുടെ ഒരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവൾ അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം നഴ്സസ് വലിയൊരു സങ്കടത്തിൽ അവിടെ നിൽക്കുന്നതായി കണ്ടു. അവൾ കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ പറയാണ്, കുറച്ച് നാളുകളായി മിനിസ്ട്രിയിൽ ജോയിൻ ചെയ്യുവാനായിട്ട് അവരുടെ ഫയൽ ഓപ്പൺ ചെയ്യുവാനായിട്ട് മേട്രനെ ഒന്ന് കാണുവാനായിട്ട് ചെന്നിട്ട് സാധിക്കുന്നില്ല. ഈ മേട്രൻ്റെ സെക്രട്ടറി അവരെ ഓടിച്ചു വിടുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരതിൽ ഒത്തിരിയേറെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരി ഈ വചനം ഓർമ്മ വന്നു. അവൾ ഈ വചനം അവർക്ക് കൈമാറി. അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഈ വചനം ഏറ്റുപറയുക. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ മക്കൾ വിശ്വാസത്തോടു കൂടി ആ വചനം ഏറ്റുപറഞ്ഞു. 5 മിനിറ്റിനിപ്പുറം വേറൊരു മേട്ടൻ അവരുടെ പക്കലേക്ക് കടന്നു വരികയും അവരുടെ സങ്കടം അന്വേഷിക്കുകയും അതിന് ആശ്വാസം നൽകുകയും ചെയ്തു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, ചേച്ചി അന്ന് പറഞ്ഞ ആ വചനം ഞാൻ ഇന്ന് കണ്ട കുറച്ച് കുട്ടികളുമായിട്ട് വെച്ചപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്ന്. ബെൻസി, അതുപോലെ തന്നെ മാസം തോറുമുള്ള നമ്മുടെ ലേഖന വായനയും വൈദികരുടെ ക്ലാസ്സുകളും കത്തോലിക്ക സഭയെപ്പറ്റിയുള്ള ആഴത്തിലുള്ള ബോധ്യവും തിരുസഭയോട് നമുക്കുള്ള കടപ്പാടുകളെപ്പറ്റി വലിയൊരു ജ്ഞാനവും നമുക്ക് ലഭിച്ചു. അതൊന്ന് പങ്കുവെക്കാമോ? ശരിക്കും സുജ, ലേഖന വായനയും അതുപോലെ തന്നെ നമ്മുടെ വൈദികരുടെ ക്ലാസ്സുകളും എനിക്ക് ഒത്തിരി പ്രചോദനമായി തീർന്നു. തിരുസഭയെക്കുറിച്ച് അറിയുവാനും പ്രത്യേകിച്ചും നമ്മൾ ആദ്യകാലങ്ങളിൽ വായിച്ച ക്രിസ്തു സഭ തന്നെ, സഭ ക്രിസ്തുവിനെ തരുന്നു. ഈ ലേഖനത്തിലൂടെ സഭയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും അതുവഴി ക്രിസ്തുവും സഭയും രണ്ടല്ല ഒന്നാണെന്നുള്ള ഒരു ബോധ്യവും എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഏൽക്കുന്ന ഏതൊരു മുറിവും അത് നമുക്ക് വേണ്ടി 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വയ്ക്കാതെ ശരീരത്തിൽ മുറിവേറ്റവനെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നതാണെന്നുള്ള ഒരു വലിയ ബോധ്യവും അതുവഴി തന്നെ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടി. മാത്രമല്ല, പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണുവാനും ഈശോയുടെ ആ സ്നേഹം കൂടുതൽ ആഴത്തിൽ അറിയുവാൻ എനിക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച് എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് കടന്നു വരുന്ന ആ ഈശോയുടെ സ്നേഹവും അതുപോലെ തന്നെ തള്ളിക്കളയുന്നവനെയും വഞ്ചിക്കുന്നവനെയും ഒറ്റപ്പെടുത്തുന്നവനെയും ഒക്കെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ ആഴം ഒത്തിരി മനസ്സിലാക്കുവാൻ പരിശുദ്ധ കുർബാന എന്നെ സഹായിച്ചു. മാത്രമല്ല, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആ നിമിഷം എന്നോട് ഈശോ സംസാരിക്കുന്നത് പോലെ തോന്നുന്ന ഒരു വചനമുണ്ട്. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നോ തുപ്പലിൽ നിന്നോ ഞാൻ മുഖം തിരിച്ചില്ല. അത് ഈശോ എന്നോട് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്നിൽ ആ ഒരു സ്വഭാവം തീർത്തുമില്ല എന്നുള്ള സത്യം ഞാൻ പലപ്പോഴും ബോധ്യമായി എനിക്ക് മനസ്സിലാകാറുണ്ട്. അത് എന്നെ വളരെയധികം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ടും അതുപോലെ എൻ്റെ കുറവുകളെ ഓർത്ത് ആഴത്തിൽ മനസ്തപിക്കുവാനുമുള്ളൊരു കൃപ ഈശോ പരിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് നൽകി. ഈശോ അറിയാതെയും അനുവദിക്കാതെയും എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ള വലിയൊരു ബോധ്യവും അതുപോലൊക്കെ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു കൊച്ചു കൈവഴിയാണ്. അതിനുവേണ്ടിയിട്ടാണ് ക്രിസ്റ്റോ സെൻട്രിക്കിലൂടെ ഈശോ നമ്മളെ രൂപപ്പെടുത്തുന്നതെന്നുള്ള വലിയ ഉൾക്കാഴ്ചയും എനിക്ക് തരുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തു ശിഷ്യത്വ പരിശീലനത്തിലൂടെ കടന്നു പോകുന്ന നാം ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഓരോ പാരീഷിലും എല്ലാ മാസവും ഗ്യാദർ ചെയ്യാറുണ്ട്. ആ ഗ്യാദറിങ്ങിൽ നമ്മുടെ കൂട്ടായ്മയിലുള്ള മക്കൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അതെല്ലാം യേശുവിലേക്ക് ഒത്തിരിയേറെ അടുപ്പിക്കുന്ന, അവരിലൂടെ ഒത്തിരിയേറെ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്ന് യേശുവിനോട് ആത്മീയമായി ഒരു പടി കൂടി ഉയർന്ന തരത്തിലുള്ളതാണെന്ന്. ഈ നമ്മുടെ പരീക്ഷകളിൽ ഷെയർ ചെയ്യപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? ബിനു ചേച്ചി, നമ്മൾ ഈ ക്രിസ്റ്റോ സെൻട്രിക്ക് ഫോർമേഷൻ പ്രോഗ്രാം തുടങ്ങിയത് 2018 ഡിസംബറിലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളുടെ 4 പാരീഷിലും നമ്മൾ കുറേ
കൂട്ടുകാരെ, നഴ്സുമാരെ കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ യാത്ര തുടർന്നത്. സാൽമിയ പാരീഷിൽ ഓരോ മാസവും അങ്ങോട്ട് ഇന്ന് വരെ ചെയ്യുന്ന ഓരോ ഗ്യാതറിങ്ങിലും അനേക രൂപാന്തരീകരണം കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബപരമായും വ്യക്തിപരമായും അവരുടെ ജോലി മേഖലയിലും ഒക്കെ ഈശോ ഇടപെട്ടതിൻ്റെ ഒരു വലിയൊരു കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾക്ക് എന്തൊരു സന്തോഷം അത് കേൾക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് സ്വർഗം എത്രമാത്രം അവരെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ടായിരിക്കുമെന്ന്. അതുപോലെ നമ്മൾ ഇവ ഒരുക്കിയ ഓരോ സാഹചര്യത്തെ ഓർത്തും. ഇതിലെടുത്തു പറയാവുന്ന ഒരു സാഹചര്യമാണ്, ഒരു അനുഭവമാണ് ക്രിസ്റ്റോസെൻട്രിക് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് പെന്തക്കോസ്തായുടെ ഒരു ഒരുക്കം നമ്മളിവിടെ ചെയ്തിരുന്നു. ഒരു 10 ദിവസത്തെ ഒരുക്കങ്ങൾ. അതിലൂടെ ഈശോ ഒരു വലിയ കൃപ, വചനത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മളുടെ ഒരു നേഴ്സിലേക്ക് പകർന്നു കൊടുത്തിരിക്കുകയാണ്. അതൊരു വാക്കായിട്ടല്ല, ഒരു വാക്യമായിട്ടല്ല, ഒരു പാരഗ്രാഫായിട്ട്, ഒരു മുഴുവൻ അധ്യായമായിട്ട് വലിയൊരു അനുഗ്രഹം ആ നേഴ്സിലേക്ക് ദൈവം പകർന്നു കൊടുത്തപ്പോൾ എത്രമാത്രം ഈശോ നമ്മളിലേക്ക് കരുണ ചൊരിയുന്നുണ്ട് എന്ന് നമ്മൾക്ക് അതിലൂടെ മനസ്സിലാകും. എല്ലാ സഹനങ്ങളെയും സാഹചര്യങ്ങളെയും മാറ്റിവെച്ച് ഈശോയ്ക്ക് വേണ്ടി ഓടുമ്പോൾ ഒരു വലിയ വിജയകിരീടം നമ്മളെ അണിയിക്കും എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് എൻ്റെ പാരീഷിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ അബ്ബാസിയ പാരീഷിലെ മന്ത്ലി ഗ്യാതറിങ്ങിൽ വളരെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരും കടന്നു വരുന്നുണ്ട്. അവിടെ വന്നവർ എത്ര തീഷ്ണതയോടെ അവരിൽ വന്ന മാറ്റങ്ങളെപ്പറ്റി ഷെയർ ചെയ്യുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷവും വലിയൊരു ഉത്സാഹവും തോന്നുന്നുണ്ട്. ഒരു സഹോദരി പങ്കുവെച്ചൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ആ സഹോദരിക്ക് ജോലി മേഖലയിൽ ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഹെഡ് നേഴ്സ് ഒരു ക്രിസ്തുമത വിശ്വാസിയല്ല, വേറൊരു നാഷണാലിറ്റിയാണ്. അപ്പം ഇവളെ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിനൊക്കെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ജോലിയിലും അതിൻ്റേതായ ഒരു ടഫ്നെസ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അവൾ ഈ ക്രിസ്റ്റോസെൻട്രിക്കിലൂടെ കടന്നു വന്നതിൽ പിന്നെ ഈ ഒരു സഹനത്തെ ഈശോയ്ക്ക് കാഴ്ചവെച്ച് ആ സഹോദരിക്ക് ആ ഹെഡ് നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ കൊടുത്തു. അതിലൂടെ ആ ഹെഡ് നേഴ്സിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഹെഡ് നേഴ്സ് അവളെ സ്നേഹിക്കുവാനും അതുപോലെ അവളോട് സോഫ്റ്റായിട്ട് പെരുമാറുവാനും ഒക്കെ തുടങ്ങി. അത് ആ അവസരം മുതലെടുത്ത് ഇവൾ ആ ഹെഡ് നേഴ്സിൻ്റെ അടുത്ത് ഈശോയോടുള്ള സ്നേഹത്തെപ്പറ്റി പങ്കുവയ്ക്കുവാനും വചനം എഴുതി കൊടുക്കാനും ഒക്കെ തുടങ്ങി. അത് ആ ഹെഡ് നേഴ്സിൽ ആഴ്ത്തി പതിയുകയും അത് സന്തോഷപൂർവ്വം ആ ഹെഡ് നേഴ്സ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈശോയുടെ ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് ഇപ്പം ഈ ഡ്യൂട്ടിയിലാണെങ്കിൽ ഇവളില്ലാത്ത ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലേക്ക് പോലും അതെത്തി. അങ്ങനെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഗാദറിങ്ങിന് വന്ന സമയത്ത് അവൾ ഷെയർ ചെയ്യുകയാണ്, ആ ഹെഡ് നേഴ്സിന് ഒരു ബൈബിൾ കൊടുക്കാനുള്ള ധൈര്യം ഈശോ കൊടുത്തു. ഈ ബൈബിൾ വാങ്ങിക്കൊണ്ട് അക്രൈസ്തവയായ ആ ഹെഡ് നേഴ്സ് അവളോട് ചോദിക്കുകയാണ്, ഈ സത്യം എല്ലാവരോടും തുറന്നു പറയുവാൻ നിങ്ങൾ എന്താ ധൈര്യം കാണിക്കാത്തത് എന്ന്. അങ്ങനെ ഈ ക്രിസ്റ്റോസെൻട്രിക്കിലൂടെ കടന്നു വന്നതിന് ശേഷം എവിടെയും ഈശോയെ ഉച്ചത്തിൽ പ്രഘോഷിക്കുവാനുള്ള ധൈര്യം നമുക്കെല്ലാവർക്കും കിട്ടി എന്ന് വലിയ സന്തോഷകരമായൊരു കാര്യമാണ്. ഷാൻഡി, അഹമ്മദി പാരീഷിൽ എങ്ങനെ പോകുന്നു? അഹമ്മദി പാരീഷിലെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്റ്റോസെൻട്രിക് ഫോർമേഷൻ്റെ ഗ്യാതറിങ് എല്ലാ മാസവും ഒരു 3 മണിക്കൂർ ഒരു ദിവസം നമ്മൾ കൂടുന്നുണ്ട്. അതിനകത്തോട്ട് ഈ ക്രിസ്റ്റോസെൻട്രിക്കിലുള്ള നഴ്സുമാർ വരികയും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അഹമ്മദിയിൽ എടുത്തു പറയത്തക്ക രീതിയിൽ പ്രാർത്ഥനയുടെ ശക്തി, പേഴ്സണൽ പ്രെയർ, അതാണ് എല്ലാവരും പറയുന്നത്. ഒത്തിരി നഴ്സുമാർ ഷെയർ ചെയ്തത് അവർ ചെറിയ തോതിൽ പ്രാർത്ഥിക്കും, ഒരു കൊന്ത ചൊല്ലും, അല്ലെങ്കിൽ രാത്രിയിൽ ഒരല്പനേരം പ്രാർത്ഥിക്കും. ഇതായിരുന്നു അവരുടെ പ്രാർത്ഥനാ ജീവിതം. എങ്കിൽ ഈ ക്രിസ്റ്റോസെൻട്രിക് ഫോർമേഷൻ്റെ പ്രോഗ്രാമൊക്കെ അതിന് ശേഷം അവർ മണിക്കൂറുകളോളം അവർ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അവരുടെ പേഴ്സണൽ പ്രെയറിൻ്റെ ടൈം ഒത്തിരി കൂട്ടുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഈശോയോടൊപ്പം ആയിരിക്കുവാനും അതുപോലെ ഡെയിലി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനുള്ള പ്രചോദനം, അതുപോലെ തന്നെ ബൈബിള് അരമണിക്കൂർ വായിക്കുക, വചനം എഴുതി പഠിക്കുക, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർ. പിന്നെ വേറൊരു സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കൂട്ടായ്മയ്ക്ക് ഈ ക്രിസ്റ്റോസെൻട്രിക്കിന് അഹമ്മദിയിലൊരു മൊബൈലിലൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന റിക്വസ്റ്റ്, എമർജൻസി ആയിട്ട് ആരെങ്കിലും അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ ഗ്രൂപ്പിലോട്ട് പ്രെയർ റിക്വസ്റ്റ് ഇടും. അത് അപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ചെയിൻ റോസറി ചെല്ലുകയും 2 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനാ ജീവിതമാണ് അഹമ്മദി ഏരിയയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തലിലൂടെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിച്ചത്. സിറ്റി ഏരിയയിലും ഒത്തിരി സാക്ഷ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം അവർക്ക് സ്വയം മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ കൂടുതലായിട്ട് കൃപ കിട്ടി. മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടി സ്നേഹിക്കുന്നതിന്, അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് അവരെല്ലാവരും പറയുന്നുണ്ട്. അതിനേക്കാളെല്ലാം അധികമായിട്ട്
നമുക്ക് ഒരു വൈദികനിലൂടെ സഹനങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ലഭിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സഹനങ്ങളെ സ്വീകരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യവും അതുവഴി അവൾക്ക് ആ ബോധ്യം അതല്ലെങ്കിൽ സഹനങ്ങളെക്കുറിച്ച് പിറുപിറുപ്പും അതിനുള്ള വേദനയും ഒക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമായിരുന്നു എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത്. ഈ ഒരു ടോക്കിലൂടെ അവൾക്ക് സഹനങ്ങളെ ഈശോയുടെ മുറിവുകളോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ ലഭിച്ചു. അതുവഴി അവളുടെ ജീവിത പങ്കാളിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും അവർക്ക് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും അതുപോലെ കുടുംബ പ്രാർത്ഥന തുടങ്ങുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 4 ഏരിയയിലും ക്രിസ്റ്റോ സെൻട്രിക് ഗ്യാതറിങ്ങിന് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അവിടെയെല്ലാം കണ്ടത് ഈ 4 ഏരിയയിലും ഓരോ മക്കളും ആത്മീയമായിട്ട് യേശുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ക്രിസ്തുവായി മാറുവാനായിട്ട് അവർ ആഗ്രഹിച്ച് അതിനായിട്ട് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് കാണാൻ സാധിക്കും ഒത്തിരി മക്കൾക്ക് ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ, അതുപോലെ മറ്റുള്ളവരുടെ കുറവുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനുള്ള ആ ഒരു വലിയ കൃപ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ജോലി മേഖലയിലും കുടുംബ മേഖലയിലും എല്ലായിടത്തും. ബിനു, ഈ നഴ്സസ് മിനിസ്ട്രിയുടെ ജോയിൻറ്റ് കോർഡിനേറ്റർ എന്ന വലിയ ഉത്തരവാദിത്വവും ഡ്യൂട്ടിയും അതോടൊപ്പം ഈ ക്രിസ്റ്റോ സെൻട്രിക് ഫോർമേഷൻ്റെ 4 പാരീഷിലുമുള്ള എല്ലാ ഗ്യാതറിങ്ങിലും ഓടിയെത്തുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നു? ഷാൻഡി, എനിക്ക് ഈ നഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇത്രയേറെ ഓടാൻ സാധിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച 2 വചനങ്ങളാണ്. ഒന്ന് യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തി. ഈ വചനത്തിലൂടെ കടന്നുപോയപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ച ആ ദൗത്യം പുത്രൻ ഏറ്റവും വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി പൂർത്തിയാക്കി. പിതാവിനെ ഈ ലോകത്തിൽ മഹത്വപ്പെടുത്തി. അത് പൂർത്തിയാക്കുവാനായിട്ട് ആ പുത്രന് കുരിശുമരണത്തോളം സഹിക്കേണ്ടി വന്നു. ഈ വചനത്തിലൂടെ പോയപ്പോൾ എനിക്ക് ദൈവം തന്ന ഈ ജീവിതം, ഈ ഭൂമിയിൽ എനിക്ക് ദൈവം തന്ന ഈ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു വലിയ പ്രചോദനം എനിക്കുണ്ടായി. ഈ ക്രിസ്റ്റോ സെൻട്രിക്കിൻ്റെ 4 പാരീഷിലും നടക്കുന്ന ഗ്യാതറിങ്ങിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഷെയറിങ്ങുകൾ ഒക്കെ കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ, ഈ യോഹന്നാൻ 17:4 എന്ന വചനത്തിലൂടെ ഞാനും കടന്നു പോകുന്നത് പോലെ ഒരു പ്രേരണ എനിക്കുണ്ടായി. ശരിക്കും ഈ 4 പാരീഷിലേക്കും ഈ ക്രിസ്റ്റോ സെൻട്രിക്കിൻ്റെ ഫോർമേഷൻ പ്രോഗ്രാമിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് പുറകോട്ട് വലിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കാം പോകുന്നത്. ഒരിക്കലും ഞാൻ ഒരു പാരീഷിലേക്ക് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ചിന്തിച്ചു, ഇതെന്ത് വട്ടാണ് ഞാൻ കാണിക്കുന്നത്? ഈ നൈറ്റ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഞാൻ എന്തിനാണ് പോകുന്നത്? വേറെ ആരും ഇതുപോലെ പോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ളൊരു ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ അവിടെ ഗ്യാതറിങ്ങിൽ ചെന്നു. അന്ന് വചനം പങ്കുവെച്ച ഒരു സഹോദരിയിലൂടെ ഈശോ ഒരു മെസ്സേജ് തന്നു. ഇവിടെ കടന്നു വന്ന ഒരു വ്യക്തി ഒത്തിരിയേറെ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഞാൻ ഇവിടെ കടന്നു വന്നതെന്ന്. ഞാൻ ചിന്തിച്ച അതേ ചിന്ത തന്നെ ഈശോ ആ വ്യക്തിയിലൂടെ സംസാരിക്കുകയുണ്ടായി. 2ാമത്തെ പ്രാവശ്യം വീണ്ടും ആ വ്യക്തിയിലൂടെ ഈ സന്ദേശം തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് ഇങ്ങനെ ചിന്തിച്ചതെന്ന്. അപ്പോൾ വീണ്ടും ആ വ്യക്തിയിലൂടെ ഈശോ പറയുകയാണ്, നീ ജോലിയും കഴിഞ്ഞ് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി എന്നെ മഹത്വപ്പെടുത്തുവാനായി ഈ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ നിൻ്റെ പേര് സ്വർഗത്തിൽ ഞാൻ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അത് കേട്ടപ്പോൾ വീണ്ടും എനിക്ക് തീക്ഷ്ണമായി ഈ നഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള വലിയ പ്രേരണയുണ്ടായി. പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഈ ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു ശിഷ്യത്വത്തിലൂടെ കടന്നു പോകുന്ന നാമും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സസും അവരുടെ കുടുംബങ്ങളും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നഴ്സസ് സഹോദരങ്ങളിലൂടെ ദൈവം നമുക്ക് പകർന്നു നൽകിയ
നല്ല ബോധ്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അഹങ്കാരം കൊണ്ട് പിശാചുകൾ ഇറങ്ങിപ്പോയ സ്വർഗത്തിലേക്ക് എളിമയെന്ന പുണ്യം വഴി നമുക്ക് കയറി ചെല്ലാം. വിശുദ്ധ എവപ്രേസ്യാമ്മയുടെ ഈ വാക്കുകൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഓർത്തു വയ്ക്കാം. വേദനിച്ചിരിക്കുന്ന, നിരാശയിൽ കഴിയുന്ന ഓരോ രോഗികൾക്ക് മുന്നിലും ചുറ്റുമുള്ളവർ തരുന്ന ചെറിയ നോവുകൾക്കിടയിലും നഴ്സുമാരായ നമുക്ക് എളിമയിലൂടെ ഈശോയെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. അതിനായി സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് തുണയാവട്ടെ. ചെറിയ ചെറിയ നോവുകൾ ശുദ്ധീകരണ ആത്മാക്കൾക്കുള്ള പ്രാർത്ഥനകളായി തീരട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.